നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വല്ലാത്ത കഷ്ടമാ ശാരദാമ്മയുടെ കാര്യം. ഒരു പ്രശ്നം തീരുമ്പോ മറ്റൊന്നു. അല്ല മോനെ, നമ്മുടെ വിഷ്ണുവിന്റെ ശാലിനിയുടെ മൊബൈൽ റെസ്റ്റോറന്റ് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല. ഇപ്പൊ ആൾക്കാരെല്ലാം കേട്ടറിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ നല്ല രീതിയിൽ മുന്നോട്ട് പൊയ്ക്കോളൂ വെച്ചാ. എനിക്ക് ആ കേസിലുണ്ടായിരുന്ന താല്പര്യമൊക്കെ പോയി. എന്തായാലും സർക്കാർ ഉത്തരവായതല്ലേ, അന്വേഷണം നടക്കട്ടെ. ശരി. എന്താ ഭാമേ? രോഹിത് മിസ്സായ കേസിന്റെ അന്വേഷണമാ. പഞ്ചകൈലാസം CI നിഷാദിനെ കൊണ്ട് കൊള്ളില്ലെന്നും പറഞ്ഞ് കൂടുതൽ മിടുക്കനായ ഒരു ഓഫീസറെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നും പറഞ്ഞ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് ഞാനാ. ഇപ്പോ അതിന്റെ ഉത്തരവായിട്ടുണ്ടെന്ന് ഇപ്പോ മിനിസ്റ്ററുടെ PA വിളിച്ചത്. ആർക്കാ ഇപ്പോ അന്വേഷണ ചുമതല? അത് ഞാൻ അന്വേഷിച്ചില്ല അർജുൻ. എനിക്ക് ആ കേസിലുണ്ടായിരുന്ന താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു. പത്മാവതി ആ കോളനി പെണ്ണുങ്ങളെയും കൊണ്ട് ഇവിടെ കയറി വന്നത് മുതൽ ഞാൻ ആ കേസ് അങ്ങ് മനസ്സാ വെറുത്തു. അല്ല, എങ്കിലും അതിനൊരു അനന്തര നടപടി ഉണ്ടാവൂലേ? ആയിക്കോട്ടെ, ഞാൻ മുൻകൈ എടുത്തൊന്നും ചെയ്യില്ല എന്ന് മാത്രം. അവരുടെ അന്വേഷണമായി ഏത് വിധത്തിലും സഹകരിക്കും. തെളിവെടുപ്പിനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഇവിടെ എത്തുമെന്നാ പറഞ്ഞത്. അപ്പോ സുസ്മിത ചോദ്യം ചെയ്യുമല്ലോ? തീർച്ചയായിട്ടും രാഘവേട്ടാ. സുസ്മിതയല്ലേ സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷി. രോഹിത് കൊക്കയിലേക്ക് വീഴുന്ന സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ സുസ്മിതയെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യും നാളെ രാവിലെ. നിഷാദിനേക്കാൾ ഹയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാവും കേസ് അന്വേഷിക്കാനായി നിയോഗിച്ചിട്ടുണ്ടാവുക. ആ ഓഫീസർ നേരത്തെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങളും കാഴ്ചപ്പാടുകളൊന്നും അപ്പാടെ ശരിവെക്കണമെന്നില്ല. നേരിട്ടുള്ള മൊഴി മാത്രമേ വിശ്വാസത്തിലെടുക്കാൻ സാധ്യതയുള്ളൂ. അച്ഛാ, ചുരുക്കി പറഞ്ഞ ഇതിന്റെ അന്വേഷണം ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ്. ഓ, അത് ശരി. ഇതിൽ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. അപ്പോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലേ? ഭാമേ, നിഷാദിന്റെ കാര്യത്തിലെന്ന പോലെ ഇതിലൊന്ന് ഇടങ്കോലിടായിരുന്നാ മതി. പറഞ്ഞില്ലേ രാഘവേട്ട, എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും. പക്ഷെ ഞാനൊന്നിനും മുൻകൈ എടുക്കില്ലെന്ന് മാത്രം. അത് മതി ഭാമേ. രോഹിത്തിന്റെ കേസിൽ സത്യം തെളിയാൻ അത് ധാരാളം മതി. കറണ്ട് പോയോ? ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ലേ? ഇൻവെർട്ടർ കേടാണെന്ന് പൊന്നി പറഞ്ഞിരുന്നല്ലോ. വിഷ്ണുവിന് ഇത് നിന്റെ അടുത്തുള്ള എന്റെ അവസാനത്തെ കുമ്പസാരമാ. ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ കൊലപാതകം. നിന്നെപ്പോലെ നല്ലൊരു കേൾവിക്കാരി നഷ്ടപ്പെടുന്നതിൽ എനിക്കൊരു സങ്കടമുണ്ട്. വേറെ വഴിയില്ല. നാളെ പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുമ്പോ അയാളെ സ്വീകരിക്കാൻ ഈ മുറ്റത്തൊരു പന്തലുണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് രാമായണ പാരായണം. മുറിച്ചു വെച്ച നാളികേരത്തിൽ എണ്ണയൊഴിച്ച് തിരി തെളിച്ച് തലയ്ക്കൽ വെച്ച് നീ നെടുനീളെ അങ്ങ് കിടക്കും. അടുത്ത് കരഞ്ഞോണ്ടിരിക്കാൻ ഞാനും ഉണ്ടാവും കേട്ടോ. നാളെ ഇതൊന്നും നിന്നോട് പറഞ്ഞുതരാൻ പറ്റാത്തോണ്ടാ ഇപ്പൊ പറയുന്നത്. ഈ ആത്മാക്കളുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് രോഹിത്തിനെ കണ്ട നീ അവനോട് പറയണം, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്ന്.
വൈകാതെ തന്നെ ശാലിനിയും നിങ്ങളുടെ കമ്പനിക്ക് ജോയിൻ ചെയ്യുന്നു. പിന്നെ നിന്റെ സംസ്കാര ചടങ്ങ് ഒരു വെറൈറ്റി ആയിരിക്കും. സാധാരണ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലാ ചിതയിൽ വെക്കുന്നേ. പക്ഷേ നീ ചിതയിൽ കിടന്നാ മരിക്കാൻ പോന്നേ. ഒന്നും മനസ്സിലായില്ലല്ലേ? നീ സുഖം പ്രാപിച്ചു വരുന്ന നിന്റെ അമ്മയും ഭർത്താവും ഒക്കെ വിശ്വസിക്കുന്ന ഈ ഹോസ്പിറ്റൽ ബെഡ് ഞാനൊരു ചിതയാക്കാൻ പോവാ. പാവം, തീ പടർന്നു കയറുമ്പോ എഴുന്നേറ്റ് ഓടാൻ പോയിട്ട് ഒന്ന് നിലവിളിക്കാനോ ആരെങ്കിലും സഹായത്തിന് വിളിക്കാനോ പോലും പറ്റില്ലല്ലോ അല്ലേ? എനിക്ക് നേരിട്ടത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കില്ലല്ലോ. എല്ലാം സ്വാഭാവികമായിരിക്കണ്ടേ? അപ്പോ ഇങ്ങനെയല്ല ഞാനത് ചെയ്യാൻ പോന്നേ. So, goodbye, Preeti. Forever. സുഖമായിട്ട് ഉറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.